ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം, വിശിഷ്യാൽ ഈ കർത്തൃദിവസം, ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം നമുക്ക് തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. എല്ലാ നാളും നമ്മുടെ ഭാരം ചുമക്കാമെന്നേറ്റ കർത്താവ് ഓരോ ദിവസത്തെ ചുമടുകളും നമ്മുടെ ചുമലിൽ നിന്ന് എടുത്തു മാറ്റി നമ്മെ സ്വതന്ത്രരാക്കി നേരെ മുന്നോട്ട് പോകുവാൻ, ഭാരരഹിതരായി തീരുവാൻ കർത്താവ് നമ്മോട് കാണിക്കുന്ന സ്നേഹാദരവുകൾക്ക് ദൈവത്തോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയുടെ ആരംഭ ദിവസം, ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം തേടി, ദൈവത്തിന് മഹത്വം കരേറ്റി, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരാൻ ഒരുങ്ങുന്ന ദൈവിക സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിൽ നിന്ന് ഏറിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 16-17 വാക്യങ്ങൾ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പരിചിതമായ ഭാഗമാണ് അവസാനം പറഞ്ഞത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല എന്നത് നമ്മൾ പറയാറുണ്ട്, പരിചിതമാണ്. പക്ഷേ ആ വാക്യം 16-ാം വാക്യത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. 16-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ആയുധം തീക്കകത്ത് ഊതിക്കത്തിച്ച് അതിനകത്ത് ഇരുമ്പിട്ട് പഴിപ്പിച്ച് അടകളിൽ വെച്ച് അടച്ച് മൊന വെച്ച് മൂർച്ച വെച്ച് രാഗി മിനുക്കി ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ ഞാനാണ് സൃഷ്ടിച്ചത്. കൊല്ലനെ ഞാനാണ് സൃഷ്ടിച്ചത്. സംഹാരകനെ ഞാനാണ് സൃഷ്ടിച്ചത്. നശിപ്പിപ്പാൻ സംഹാരകനെ ഞാനാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നിനക്ക് വിരോധമായി. നിനക്ക് എന്നുദ്ദേശിച്ചത് ആരെയാണ്? ഈ ലോകത്തിലെ സമസ്ത കോടി ജനങ്ങളെ അല്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. വേദപുസ്തകം അനുഗ്രഹങ്ങളെ ലക്ഷ്യമാക്കുന്നത് അനുസരിക്കുന്നവർക്കാണ്. ദൈവം വിളിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവഹിതപ്രകാരം ജീവിച്ച്, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനം, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവപുത്രൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് പാപങ്ങൾ രക്തത്തിൽ കഴുകപ്പെട്ടവരായി ദൈവസന്നിധിയിലായിരിക്കുന്നവരായ ദൈവത്തിൻ്റെ മക്കൾ, അവരെയാണ് വേദപുസ്തകം അനുഗ്രഹങ്ങളുമായിട്ട് എതിരേക്കുന്നത്. നിനക്ക് വിരോധമായി എന്നുദ്ദേശിച്ചത് ആർക്ക് എന്നൊരു ചോദ്യം അവിടെ വരും. ആരാണ് ഈ നിനക്ക് എന്നുദ്ദേശിച്ചത്? ദൈവത്തിൻ്റെ ജനമാണ്. അവരോട് പറയുകയാണ്, ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ, ഈ ആയുധം ഉണ്ടാക്കാനുള്ള കഴിവും സാമർഥ്യവും കലയും എല്ലാം കൊടുത്ത് ആയുധം ഉണ്ടാക്കുന്നവനെ ഞാനാണ് സൃഷ്ടിച്ചത്. ആയുധം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവനെ സൃഷ്ടിച്ചത്. നമ്മൾ ചോദിക്കാറില്ലേ, ഈ സാത്താനെ ദൈവമായ കർത്താവ് ഉണ്ടാക്കാതിരുന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ വീഴ്ചയും ഏതെന്തോട്ടത്തിൽ പറ്റുമെന്നും പറ്റത്തില്ലായിരുന്നു എന്ന്. സാധാരണ ആൾക്കാർ നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തിന് അറിയില്ലായിരുന്നോ ഈ പിശാച് വഞ്ചിക്കുന്നവനാ, കള്ളനാ? എന്നാൽ പിന്നെ അവനെ പിടിച്ച് കൂട്ടിലടച്ചായിരുന്നെങ്കിൽ, എന്നിട്ട് ആദാമിനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഹൗവയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ പറ്റുമായിരുന്നു? ആ ചോദ്യത്തിൻ്റെയും കൂടി മറുപടി ഇവിടെ എഴുതിയിരിക്കും. ദൈവം പറയുന്നു, ആയുധം ഉണ്ടാക്കുന്നവനെ ഞാനാണ് സൃഷ്ടിച്ചത്, സംഹരിക്കുന്ന സംഹാരകനെ ഞാനാണ് സൃഷ്ടിച്ചത്. അയ്യോ, ആയുധം ഉണ്ടാക്കുന്നവനെ സൃഷ്ടിച്ചു വിട്ടിട്ട് ഇവിടെ യുദ്ധം നടക്കുന്നതിനകത്ത്, ആയുധം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടക്കുന്നതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ? ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? മുളയിലെ നുള്ളണ്ടേ? ആയുധം ഉണ്ടാക്കുന്നവനെ ഇല്ലാതാക്കണ്ടേ? വെറുതെ അവനെ സൃഷ്ടിച്ചതുകൊണ്ടല്ലേ ആയുധം ഉണ്ടായത്? ആയുധം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് വിരോധമായിട്ട് ആയുധം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്? ഇങ്ങനെ ബുദ്ധിയുടെ അതിപ്രസരം കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന മിടുമിടുക്കന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലായകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ മറുപടി സിമ്പിളാണ്. ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചു, അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവൻ ആയുധം ഉണ്ടാക്കുകയും ചെയ്യും. നല്ല മൂർച്ചയുള്ള, ഒറ്റ കുത്തിന് പിളർന്നു പോകത്തക്ക രീതിയിലുള്ള നല്ല ആയുധം ഉണ്ടാക്കാനുള്ള കഴിവും കലയും കരുത്തും ഞാനവന് കൊടുത്തിട്ടുമുണ്ട്. അതിന് നീ എന്തിനാ പേടിക്കുന്നത്?
സംഹാരകൻ ഇല്ലാതാക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ, ആ സംഹാരകനെയും നശിപ്പിപ്പാൻ വേണ്ടി തന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. നശിപ്പിപ്പാൻ സംഹാരകനെയും സൃഷ്ടിച്ചിരിക്കുക. അപ്പം നശിപ്പിക്കുന്നവൻ ഞാൻ അനുവദിച്ചിട്ടാണ് ഈ ലോകത്തിലുണ്ട്, ഞാനാണ് സൃഷ്ടിച്ചത്. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യാമോ ദൈവമേ? നശിപ്പിക്കുന്നവനെ സൃഷ്ടിച്ചത് കൊണ്ടല്ല ഈ നാശം മുഴുവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്തതല്ലേ മണ്ടത്തരം, ഞങ്ങളാണോ കുറ്റക്കാർ എന്ന് ചിലപ്പോൾ ബുദ്ധിയുടെ അതിപ്രസരമുള്ളവർ ചോദിച്ചേക്കാം. പക്ഷെ ദൈവം പറയുന്നു, ആയുധമുണ്ടാക്കുന്ന കൊല്ലൻ ആയുധമുണ്ടാക്കിയാലും നിനക്കെതിരെ അവൻ ആയുധം ഉണ്ടാക്കുവാണെങ്കിൽ, അവൻ നിനക്കെതിരെ ആയുധം ഉണ്ടാക്കില്ല എന്നുപോലും അതിനർത്ഥമില്ല. മറ്റു പല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ കൊല്ലനെ ഉണ്ടാക്കിയത്. ഇനി അവൻ തിരിഞ്ഞ് നിനക്കെതിരെ ആയുധം ഉണ്ടാക്കിയാൽ പോലും നീ ഭയപ്പെടണ്ട. നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ആയുധം, നിന്നെ കൊല്ലാൻ വേണ്ടി, നിന്നെ തകർക്കാൻ വേണ്ടി, നിന്നെ മുറിക്കാൻ വേണ്ടി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന, ഉണ്ടാക്കുന്ന ആയുധം. നമ്മൾ പറയും ഇത് മനഃപൂർവ്വമായി എന്നെ ഉദ്ദേശിച്ച് മാത്രം, എന്നെ തകർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ, എന്നെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നതാ എന്ന് പറയില്ലേ? അതെ, നിനക്ക് വിരോധമായി തന്നെ ഉണ്ടാക്കിയാലും ലാസ്റ്റ് പോയിൻ്റാണ് ഈ ഫലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിക്കുമ്പോൾ, 1 ആയുധം ഉണ്ടാക്കുന്ന കൊല്ലൻ, 2 അങ്ങേര് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, 3 നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കുന്നു. ഇത്രയൊക്കെ ചെയ്താലും പേടിക്കരുത്, കൊല്ലനെ കണ്ട് പേടിക്കരുത്. കൊല്ലൻ ആരയിൽ തീ കൂട്ടി ഇരുമ്പ് വഴിപ്പിച്ച് ആയുധം ഉണ്ടാക്കുമ്പോൾ അപ്പോഴേ പേടിക്കരുത്. നീ കൊല്ലൻ പറയുകയാണ്, ഇത് നിനക്ക് വേണ്ടി തന്നെയുള്ളതാണ്, വേറെ ആർക്കും ഇത് വാഴക്കൊല വെട്ടാനുള്ളതല്ല, ഇത് തേങ്ങ പൊതിക്കാൻ നിന്നെ തന്നെ വെട്ടാനാ എന്ന് പറഞ്ഞ് നിൻ്റെ പേരിൽ ഉണ്ടാക്കിയാലും നീ പേടിക്കരുത്. കാരണം എന്താ? അവസാനത്തെ വാക്ക് ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ആയുധമല്ല, ആയുധം ഉണ്ടാക്കിയ കക്ഷിയല്ല, ആയുധം മേടിച്ച കക്ഷിയല്ല, ആയുധം ഡിസൈൻ ചെയ്ത കക്ഷിയല്ല. ഇതിൻ്റെ പുറകിൽ ബുദ്ധി പ്രവർത്തിച്ചത് ആരാണോ അങ്ങേരുടെ കഴിവല്ല. പിന്നെയോ ഇത് ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ ദൈവമാണ്. എന്തോ ഗ്യാരണ്ടിയാണ് നോക്ക് ക്രിസ്തീയ ജീവിതത്തിന്. ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ ഏറ്റവും അവസാനം ഇത് ഫലിക്കണം എന്ന്, എല്ലാ കാര്യത്തിനൊരു ഫലിക്കുക എന്നൊരു സ്ഥിതി ഉണ്ടല്ലോ, അത് നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സംഹാരകൻ, അയ്യോ കൊല്ലാനാ നശിപ്പിക്കാനാ എവിടെ കയറിയിട്ടുണ്ടോ മുടിഞ്ഞിട്ടേ ഉള്ളൂ, വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നശിപ്പിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ സത്യമാണ്. പക്ഷെ നിന്നോടുള്ള ബന്ധത്തിൽ ഈ സംഹാരകൻ കയറി വന്നാലും, നിൻ്റെ തിണ്ണെ ചവിട്ടിയാലും, നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് നശിപ്പിക്കേണ്ട സകല പരിപാടികളുമായിട്ട് വന്നാലും, ഇത് ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് വണ്ടിക്കൂലി മുടക്കി വന്നവനല്ല, ഇതിനു വേണ്ടി പുറകിൽ പണിയെടുത്തവനല്ല, എന്നെ വീണ്ടെടുത്ത ദൈവമാണ് നിശ്ചയിക്കുന്നത് ഇത് ഫലിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് ദൈവമക്കളോട് ഇന്ന് പറയാൻ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിച്ച എന്നറിയാം, ആയുധം ഉണ്ടാക്കുന്നവനെ കണ്ട് നീ ഭയപ്പെടണ്ട, ആയുധം ഉണ്ടാക്കുന്നത് കണ്ട് നീ ഭയപ്പെടണ്ട, ആയുധം രാഗി മിനുക്കി ചാരി വെച്ചിരിക്കുന്ന കണ്ട് നീ ഭയപ്പെടണ്ട, ആ ആയുധത്തിൻ്റെ അറ്റത്ത് ഇത് നിനക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണെന്ന് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കണ്ട് നീ ഭയപ്പെടണ്ട. ഈ ആയുധവും വാങ്ങിക്കൊണ്ടൊരുത്തൻ നിൻ്റെ ചങ്കിന് നേരെ വരുന്നത് കണ്ടും നീ ഭയപ്പെടണ്ട. അയ്യോ പിന്നെ എന്താ കാര്യം ഇതാണ്, ഇതൊക്കെ ശരിയാണെങ്കിലും ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് നിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് സാത്താനെ കണ്ടോ, കൂടോത്രം കണ്ടോ, അടുത്ത് നിനക്കെതിരെ ആരാണ്ടോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കി വിളിച്ചു പറഞ്ഞത് കേട്ടോ, തമ്മിൽ കുശൂഷിക്കുന്നത് കേട്ടോ, ഒന്നും നീ ഭയപ്പെടണ്ട. കാരണം ആരെന്തു പറഞ്ഞാലും ഫലിക്കുക എന്നൊരു ഭാഗമുണ്ട്. ഇത് ഫലിക്കണമെങ്കിൽ ദൈവം നിശ്ചയിക്കണം. ഫലിക്കണമെങ്കിൽ ഭൂമിയിൽ നമ്മളാരെങ്കിലും കിളച്ച് മറച്ച് ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്, നമ്മളാരുമല്ല.
നമുക്ക് കിളയ്ക്കാം, നമുക്ക് കളയൊക്കെ പറിച്ച് കളയാം, കട്ട ഉടയ്ക്കാം, വെള്ളം കോരാം, വളവിടാം, തണൽ കുത്തിക്കൊടുക്കാം. പക്ഷെ ഇത് മുളയ്ക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന ആരാന്നറിയാമോ? സൃഷ്ടാവാണ്. അതുകൊണ്ട് ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സധൈര്യം ബലപ്പെടുത്തിക്കൊണ്ട് പറയുക, അപ്പുറം ഇരുന്നുകൊണ്ട് ആരെന്തൊക്കെ ചെയ്താലും നീ പേടിക്കാതിരി. നിനക്കെതിരെ കണക്ക് കൂട്ടലുകളും നിനക്കെതിരെ തീയതി കുറിക്കലുകളും നിനക്കെതിരെ എന്ത് പേപ്പർ വർക്കുകളും എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ ബുദ്ധിയിൽ ഏതൊക്കെ നിലവാരത്തിൽ ആയുധങ്ങൾ നിനക്കെതിരെ മെനഞ്ഞു വന്നാലും, ഇത് ഫലിക്കണമോ, നീ നിൽക്കുന്നിടത്ത് നിന്നെ നിർത്തണമോ, ഇത് ഫലിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് ഈ ബുദ്ധിമാന്മാരാരുമല്ല. ആയുധം ഉണ്ടാക്കാനേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. ഇതാർക്ക് ഫലിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഉണ്ടാക്കുന്നവനല്ല, സ്വർഗത്തിൽ നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ബലപ്പെട്ടിട്ട് പറയാം, അങ്ങ് അറിയാതെ അതിൻ്റെ മൊന പോലും എൻ്റെ തൊലിപ്പുറത്ത് വരികയില്ല. നമുക്കങ്ങനെ വിശ്വസിക്കാം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറി ദൈവത്തിൻ്റെ പ്രിയമക്കളാകാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൂതന്മാരുടെ ആരാധ്യനെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ കർത്തൃദിവസത്തിൽ സ്തുതിക്കുന്നു. ഞങ്ങൾ പേടിച്ചിട്ടുണ്ട്. ഈ സാത്താനെയും പിശാചിനെയും ആയുധം ഉണ്ടാക്കുന്നവനെയും ഈ ജഡീകനെയും ഈ ദുഷ്ടനെയും ഒക്കെ ഈ ചുറ്റും ഉണ്ടാക്കി പർവ്വതം പോലെ ഉയർത്തി നിർത്തിയത് ദൈവം ഇത് കാണുന്നില്ലേ? ദൈവം എന്തിനാ ഇതൊക്കെ അനുവദിച്ചേ? പക്ഷെ കർത്താവ് പറയുന്നു, നിനക്കെന്നാ ഛേദം എന്ന് ഞങ്ങൾ ചോദിച്ചത് കേട്ട് കർത്താവേ, ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന അങ്ങയുടെ അപാര കൃപയ്ക്ക് നന്ദി, ഈ തിരിച്ചറിവിന് നന്ദി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അനുവദിക്കാതെ ഒന്നും ഫലിക്കില്ല. ഞങ്ങളത് പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും സമർപ്പിച്ചും വിശ്വസിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. അങ്ങ് കൂടെ നിന്നാൽ മതി അപ്പ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.